സ്റ്റേറ്റ്മെന്റിലെ വേറൊരു പ്രോബ്ലം ആണ്. കഴിഞ്ഞ ദിവസം പ്രോബ്ലം ചെയ്തേക്കാൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത നമ്മൾ സാധാരണ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും ഒക്കെ നമുക്ക് തരാറുള്ളതാണ്. അതല്ലാതെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റ്സ് എല്ലാം നമുക്ക് അറിയാൻ തന്നെയാണ്. പക്ഷെ വേറൊരു ഡിഫറെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സാധാരണ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ വെറും ഷെയർ ക്യാപിറ്റലിനാണ് തരാറുള്ളത്. ബട്ട് ഈ പ്രോബ്ലത്തിൽ കമ്പൈൻഡ് ക്യാപിറ്റലാണ്. ഓക്കെ, അത് ഒരു പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളതാണ്. കാരണം ഈ കമ്പൈൻഡ് ക്യാപിറ്റൽ സാധാരണ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലൊക്കെ കമ്പനികളിലാണ് നമ്മൾ സാധാരണ ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും ഒക്കെ യൂസ് ചെയ്യുക. ഇവിടെ അങ്ങനെ ഒരു പേര് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയാത്ത കാരണം ഇതൊരു കമ്പനിയല്ല, ഇതൊരു ഫേം ആയിരിക്കാം. ദെൻ ഇവിടെ പറയുന്നുണ്ട്, കമ്പനിയുടെ പേര് പറയുന്നുണ്ട്, കമ്പനിയല്ല, മെസ്സേഴ്സ് സിൻഡി ആൻഡ് ബിൻഡ അവരുടെ ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആവാം, അല്ലെങ്കിൽ ഒരു സോൾ ട്രേഡിംഗ് കൺസേൺ ആയിരിക്കാം. അപ്പോൾ അവർ ഇത് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. ദെൻ അവരുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയും ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. അപ്പം അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്കത് എടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു ബാലൻസ് ഷീറ്റ് കണ്ടാൽ അവിടുത്തെ കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണ്, കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കറണ്ട് അസറ്റ്സ് ക്യാഷ് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ കറണ്ട് ലയബിലിറ്റീസ് ഇവിടെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, പിന്നെ ലോൺ, അതെല്ലാം ലോൺ ഫ്രം ബാങ്ക് ഇല്ല, കമ്പൈൻഡ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഇത്തരം ഡീറ്റെയിൽസ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസിലെ ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. കറണ്ട് അസറ്റ്സിൽ 3 പേരുണ്ട്. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് നോക്കുക. പിന്നെ ഇവിടെ ഫിക്സഡ് അസറ്റ്, മെഷീനറി ഉണ്ട്, ലാൻഡ് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്. നമ്മൾ ഇഷ്യൂ ആണോ പർച്ചേസ് ആണോ സെയിൽ ആണോ എന്നൊക്കെ നമുക്ക് നോക്കണം. അതിന് അഡീഷണൽ ഇൻഫർമേഷൻ വായിച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോവാം. ഡ്യൂറിംഗ് ദ ഇയർ മെഷീൻ കോസ്റ്റിംഗ് ₹10,000, accumulated depreciation 3,000. അതായത് ആ വർഷം ഒരു 10,000 രൂപ വാല്യൂ ഉള്ള ഒരു മെഷീനറി, അതിന് 3,000 രൂപ ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. 10,000 രൂപയാണ് ആ മെഷീനറിയുടെ വാല്യൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 10,000 രൂപ വാല്യൂ ഉള്ള മെഷീനറിക്ക് 3,000 രൂപ ഡിപ്രീസിയേഷൻ സംഭവിച്ചു. അപ്പോൾ ഇന്നത്തെ അതിൻ്റെ വാല്യൂ എത്രയാണ്? 7,000 അല്ലേ. 10ന്ന് ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യും. 10ന്ന് 3 പോയാൽ 7,000. അത് വിറ്റപ്പോൾ, ആ പഴയ മെഷീനറി ആയത് വിറ്റപ്പോൾ നമുക്ക് 5,000 റുപ്പീസാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 10,000 രൂപയുടെ മെഷീനറി ആണെങ്കിലും ഡിപ്രീസിയേഷൻ 3,000 രൂപ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്നത്തെ അതിന്റെ വാല്യൂ 7,000 രൂപ. 7,000 രൂപ വാല്യൂ ഉള്ള മെഷീനറി നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടിയത് 5,000 രൂപയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 5,000 റുപ്പീസ് ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ആ മെഷീനറി വിറ്റപ്പോൾ ലോസ് ആണോ ഉണ്ടായത്, പ്രോഫിറ്റ് ആണ് ഉണ്ടായത്? അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ 7,000 5,000 പോയ 2,000 റുപ്പീസ് ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി ആണ്. ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി നമുക്കറിയാം നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ അത് കാണിക്കണം. മാത്രമല്ല മെഷീനറി അക്കൗണ്ട്, ഇപ്പോൾ നമുക്കറിയാം ഇവിടെ മെഷീനറി അക്കൗണ്ട് വരയ്ക്കണം. മെഷീനറി അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ എമൗണ്ടും കൂടി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് മെഷീനറി അക്കൗണ്ടും വരയ്ക്കണം. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരയ്ക്കണം. അപ്പോൾ മെഷീനറി അക്കൗണ്ട് എന്തായാലും വരയ്ക്കണം. കാരണം എന്താ, അതിന് ഓപ്പണിംഗ് ബാലൻസും ഉണ്ട്, ക്ലോസിംഗ് ബാലൻസും ഉണ്ട്. ഇനി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരയ്ക്കണം എന്നുള്ളത് നോക്കാം. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത്. കാരണം എന്താണ്, ഇവിടെ ഡിപ്രീസിയേഷന് ഓപ്പണിംഗ് ബാലൻസോ ക്ലോസിംഗ് ബാലൻസോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നമുക്ക് ദെൻ നമുക്കത് അതിൻ്റെ അക്കൗണ്ട് വരയ്ക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റിൽ കാണാമല്ലോ. ഞാൻ അഡീഷണൽ ഇൻഫർമേഷൻ നോക്കാം. Okay, the provision for depreciation against machinery on 1st January 2021 was 25,000 and on 31st December 2021 was ₹40,000. ഡിപ്രീസിയേഷൻ്റെ പ്രൊവിഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഈ ബാലൻസ് ഷീറ്റിലാണ് നമുക്ക് തരാറ്. പക്ഷേ ഇത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ നമുക്ക് അഡ്ജസ്റ്റ്മെന്റിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് മാത്രം വരച്ചാൽ പോരാ, മെഷീനറി അക്കൗണ്ടിലും നമ്മളിത് കാണിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? സാധാരണ നമുക്കറിയാം അഡ്ജസ്റ്റ്മെന്റ് ഒരു കാര്യം പറഞ്ഞാൽ 2-fold എഫക്റ്റ് ആണ്, 2 സ്ഥലത്ത് നമുക്ക് കാണിക്കണം. ഓക്കെ, ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഇപ്പം ഇവിടെ തരുന്നതിന് പകരം ഈ ബാലൻസ് ഷീറ്റിലാണ് തന്നതെന്ന് വിചാരിക്കുക, എങ്കിൽ നമുക്കൊരു ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരയ്ക്കണം, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടില്ല, അഡീഷണൽ ഇൻഫർമേഷൻ തന്ന കാരണം നമുക്കത് 2-fold എഫക്റ്റ് ആണ്, 2 സ്ഥലത്ത് കാണിക്കണം. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 2 ഓപ്പണിംഗ് ബാലൻസ് ബ്രോട്ട് ഡൗൺ 25,000, ബാലൻസ് ക്യാരി ഡൗൺ 40,000. ആരുടെയെന്ന് മനസ്സിലായോ? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ആണ് കേട്ടോ. ഡിപ്രീസിയേഷൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും. ദെൻ ഈ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ്
45,000 rupees ആണ്. 45,000 രൂപ നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. അത് നമ്മൾ എവിടെ കാണിക്കുക? നമുക്കറിയാം നെറ്റ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാൻ 2 മെത്തേഡ് ഉണ്ട്. ഇങ്ങനെ അഡീഷണൽ ഇൻഫർമേഷനിലൊക്കെ നമുക്ക് വന്നെങ്കിൽ ഇപ്പം ഏത് മെത്തേഡ് ചെയ്താലും നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ചെയ്യണം. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഓർ വർക്കിംഗ് ക്യാപിറ്റൽ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന് പറഞ്ഞ വേറൊരു പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എങ്ങനെ ഫണ്ട് ഫ്ലോ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുക. ഏറ്റവും എളുപ്പമുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണല്ലോ. ഒരു പർട്ടിക്കുലേഴ്സ് കോളും 4 എമൗണ്ട് കോളും നമ്മൾ കൊടുക്കും. ദെൻ ആദ്യം നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ കാണുന്ന ഇക്വേഷൻ ആണ് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. ഫസ്റ്റ് നമ്മൾ കറണ്ട് അസറ്റ്സ് കൊടുക്കും. കറണ്ട് അസറ്റ്സിൽ ആരൊക്കെയാണ് വരിക? ബാലൻസ് ഷീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാഷ്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്. ക്യാഷിന് എമൗണ്ട് 10,000, 7,000. അപ്പോൾ നമ്മൾ എഴുതും ഇൻക്രീസ് ആണോ കുറയാണോ ചെയ്തേ കൂടുകയാണോ ചെയ്തത് നോക്കും. അപ്പോൾ ഫസ്റ്റ് ഇയറിനേക്കാളും സെക്കൻഡ് ഇയറിലെ എമൗണ്ട് കുറയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡിക്രീസ് കോളത്തിൽ കൊടുക്കും. അപ്പോൾ 10, 7,000 ഡിക്രീസ് ആണല്ലോ. അപ്പോൾ ഡിക്രീസ് കോളത്തിൽ 3,000 എത്രയാണോ കുറഞ്ഞത് ആ എമൗണ്ട് കാണിച്ചു. അടുത്തായിട്ടും ഡെപ്റ്റേഴ്സ് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ള 2 എമൗണ്ട് എഴുതി. 30,000 ഉണ്ട്, 50,000 ഉണ്ട്. നോക്കാം അത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ഉണ്ടായിരിക്കുന്നത്? ദെൻ അത് ഇൻക്രീസ് ആണല്ലേ. ആദ്യത്തെ വർഷത്തേക്കാളും സെക്കൻഡ് ഇയറിലെ എമൗണ്ട് കൂടുകയാണ് ചെയ്തത്. കൂടുകയാണെങ്കിൽ ഇൻക്രീസ് കോളത്തിൽ എഴുതാം 20,000. അടുത്ത സ്റ്റോക്കിന്റെ എമൗണ്ട് 35,000 ആൻഡ് 25,000. അപ്പൊ ഫസ്റ്റ് ഇയറിനേക്കാളും സെക്കൻഡ് ഇയറിലെ എമൗണ്ട് കുറയാണ് ചെയ്ത് 10,000 റുപ്പീസ് കുറയാണ്. ഡിക്രീസ് കോളത്തിൽ 10,000. ഇനി വേറെ കറണ്ട് അസറ്റ്സ് ഒന്നുമില്ല. ഇനി നമുക്ക് ടോട്ടൽ കറണ്ട് അസറ്റ്സ് കാണാം. നമുക്ക് ഏത് പേരെടുക്കാം? ടോട്ടൽ കറണ്ട് അസറ്റ്സ്. ഈ 3 എമൗണ്ടും കൂടി ആഡ് ചെയ്തു. അപ്പൊ 75,000 കിട്ടി. ഇനി ഇവിടുത്തെ 3 എമൗണ്ടും കൂടി ആഡ് ചെയ്തു. നമുക്ക് 82,000 കിട്ടി. ഇപ്പൊ കറണ്ട് അസറ്റ്സ് കിട്ടി. ഇനി നമുക്ക് കറണ്ട് ലയബിലിറ്റീസ് നമുക്ക് ചെയ്യാം. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് നമുക്ക് ആകെക്കൂടി ഒറ്റ കറണ്ട് ലയബിലിറ്റീസ് മാത്രമേ ഉള്ളൂ, ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ദെൻ ലോണൊക്കെ നമ്മൾ ഏത് ആക്ടിവിറ്റീസ് ചെയ്യുന്നതാണ്? ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് സോഴ്സും അപ്ലിക്കേഷനിലാണ് കാണിക്കാനുള്ളത്. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസിൽ ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് ബി എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് കാണിച്ചു. നമുക്ക് അടുത്ത സ്റ്റെപ്പ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ കാണുന്ന ഇക്വേഷൻ ആണ് എ മൈനസ് ബി, അതായത് ടോട്ടൽ കറണ്ട് അസറ്റ്സ് മൈനസ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ്. ടോട്ടൽ കറണ്ട് അസറ്റ്സ് 75,000, ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് 40,000. 75,000 മൈനസ് 40,000 35,000 കിട്ടും. വർക്കിംഗ് ക്യാപിറ്റലിൽ 35,000 കിട്ടും. അതേപോലെ തന്നെ ബി കോളത്തിലെ ടോട്ടൽ കറണ്ട് അസറ്റ് 82,000, ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് 44,000. അപ്പം നമുക്ക് കിട്ടും 38,000 കിട്ടും. ഓക്കെ, ഇതുവരെ നമ്മൾ ഈ 2 കോളം മാത്രമേ നമ്മൾ ടോട്ടൽ ചെയ്ത് പോയിരുന്നുള്ളൂ. ഇനി നമ്മൾ ചെയ്യുമ്പോൾ അടുത്ത് നമ്മൾ എന്താ ചെയ്യുക? ഇപ്പം ഈ 3,000 എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ടാവില്ല, നമ്മൾ കണ്ടെത്താണ് ചെയ്യുക. ബാലൻസ് ഫിഗർ ആണ് അത്. എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഈ 2 എമൗണ്ട് നോക്കും. ആദ്യത്തെ 2 കോളത്തിലെ എമൗണ്ട് നോക്കും. എന്നിട്ട് ഇൻക്രീസ് ആണോ ഫസ്റ്റ് ഇയറിനേക്കാളും സെക്കൻഡ്. ഒരു കാര്യം ക്രെഡിറ്റേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ക്രെഡിറ്റേഴ്സ് കുറയാണെങ്കിൽ ഇൻക്രീസ് കോളത്തിലും കൂടുകയാണെങ്കിൽ ഡിക്രീസ് കോളത്തിലാണ് എഴുതുക. അപ്പോൾ ഇവിടെ 40 ഉള്ളത് 44 കൂടുകയാണ് ചെയ്തത്. കൂടുകയാണെങ്കിൽ ഡിക്രീസ് കോളത്തിലാണ് നമ്മൾ എഴുതുക. അത് നമുക്ക് മുമ്പേ പ്രോബ്ലത്തിലൊക്കെ പറഞ്ഞതായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാതിരുന്നത്. അപ്പോൾ ഈ 2 എമൗണ്ട് നോക്കും. ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് എമൗണ്ട് ഏതാണോ ആ എമൗണ്ട് നമ്മൾ 2 കോളത്തിൽ എഴുതും. അപ്പോൾ ഇവിടെ 38 അല്ലേ, 38,000 നമ്മൾ 2 കോളത്തിൽ എഴുതി. ഇനി ആക്ച്വലി ഇവിടെ 35 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ 35ഉം ഈ 38ഉം തമ്മിൽ മൈനസ് ചെയ്യുക. ആ വരുന്ന എമൗണ്ട് ആണ് 3,000. ഇനി ഇവിടെ സംശയം വരിക, ഇവിടെ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണോ കൊടുക്കേണ്ടത് അതോ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണോ കൊടുക്കേണ്ടത്? ഡൗട്ട് വരും. ആ ഡൗട്ട് വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കുക, ഇവിടെ 35,000 രൂപ, ഇവിടെ 38,000 രൂപ. ഓക്കെ, അപ്പൊ ഇവിടെ കൂടുകയാണല്ലോ ചെയ്തത്. ഫസ്റ്റ് ഇയറിനേക്കാളും സെക്കൻഡ് ഇയറിലെ എമൗണ്ട് കൂടുകയാണല്ലോ ചെയ്തത്. അതുകൊണ്ട് നമ്മളിവിടെ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് കൊടുക്കുക. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 3,000. ഓക്കെ, ഇൻക്രീസ് ആണെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ് പോലെ തന്നെയാണ് വർക്കിംഗ് ക്യാപിറ്റലും. ഇൻക്രീസ് ആണെങ്കിൽ ഡിക്രീസ് കോളത്തിൽ വേണം എഴുതാനായിട്ട്. ഓക്കെ, കറണ്ട് ലയബിലിറ്റീസ് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. കൂടുകയാണെങ്കിൽ ഡിക്രീസ് കോളത്തിൽ എഴുതണം, കുറയാണെങ്കിൽ ഇൻക്രീസ് കോളത്തിൽ എഴുതണം. ഇവിടെ കൂടായതുകൊണ്ട് ഡിക്രീസ് കോളത്തിൽ എഴുതി.
അപ്പോൾ ഈ രണ്ട് ടോട്ടൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇൻക്രീസ് കോളത്തിൽ ഡിക്രീസ് കോളം ടോട്ടൽ ചെയ്യുക. സ്റ്റാർട്ടിങ് മുതൽ എല്ലാ എമൗണ്ടുകളും ടോട്ടൽ ചെയ്യുക. അപ്പോൾ ടാലി ആയിരിക്കും നമ്മുടെ ആൻസർ കറക്റ്റ് ആണെങ്കിൽ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞു. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത് നമുക്ക് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ വേണമെങ്കിൽ മെഷർ അക്കൗണ്ട് ആദ്യം വരയ്ക്കാം. അപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരയ്ക്കാനുള്ള കാരണം മനസ്സിലായല്ലോ. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവരുടെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ദെൻ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് രണ്ട് പർട്ടിക്കുലേഴ്സ് കോളും 2 എമൗണ്ട് കോളും. ഫസ്റ്റ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ്, ഇതിന് ഓപ്പണിംഗ് ബാലൻസ് കിട്ടിയത് അഡീഷണൽ ഇൻഫർമേഷനിൽ ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അഗെയിൻസ്റ്റ് മെഷീനറി ഓൺ, നമുക്ക് കാണാനുണ്ടെന്ന് വിചാരിക്കുന്നു, അഗെയിൻസ്റ്റ് മെഷീനറി ഓൺ 1st January 2021 was ₹25,000. അതായത് ഓപ്പണിംഗ് ബാലൻസ് 25,000 രൂപയും ക്ലോസിംഗ് ബാലൻസ് 40,000 രൂപയും. ഇങ്ങനെ ക്വസ്റ്റ്യനിൽ തന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരയ്ക്കാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എഴുതി ബാലൻസ് ബ്രോഡ് ഡൗൺ, അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ 25,000. കാരണം ഇത് ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഐറ്റം ബാലൻസ് ഷീറ്റിലുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ തരുന്ന ഐറ്റമാണ്. അതുകൊണ്ടാണ് ഇത് ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കാനുള്ള കാരണം 25,000. ഇനി ക്ലോസിംഗ് ബാലൻസ് ക്യാരി ഡൗൺ, അത് നമ്മൾ ഇതിന് ഓപ്പോസിറ്റ് അല്ല കൊടുക്കാറുള്ളത്, 40,000 നമ്മൾ ഡെബിറ്റ് സൈഡിൽ കൊടുത്തു. ഇനി നമുക്ക് ആകെ കൂടി ചെയ്യണ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ടായിരുന്നു. മെഷീനറിക്ക് ഒരു പഴയ മെഷീനറി വെച്ചിട്ടുണ്ട്, ആ മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ 3,000 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെഷീനറി അല്ലെ ഡിപ്രീസിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ജേണൽ എൻട്രി ഇങ്ങനെ വയ്യ, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു മെഷീനറി അക്കൗണ്ട്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു മെഷീനറി അക്കൗണ്ട്. അപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ എഴുതുമ്പോൾ നമ്മൾ ടു മെഷീനറി എന്നാണ് കാണിക്കുക. അറിയേണ്ടതാണ് നിങ്ങൾക്ക്. ഞാനിവിടെ അത് ഏത് മെഷീനറി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തത്. ഡിപ്രീസിയേഷൻ ഓൺ സോൾഡ്, വിറ്റ മെഷീനറി ഡിപ്രീസിയേഷൻ ആണ്. എങ്ങനെയാണ് ഈ എമൗണ്ട് കിട്ടിയത് കൺഫ്യൂഷൻ ആവേണ്ട വെച്ചിട്ടാണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത്. 3,000 രൂപയാണ്. ഓക്കെ, ഇത്രയും കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ സംഭവം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. ഇത് നമ്മളിപ്പോൾ കണ്ടെത്തിയതാണ്. ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഏതാണോ ഹയസ്റ്റ് എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുക, വലിയ 2 കോളത്തിൽ എഴുതുക. അപ്പോൾ ഇവിടെ 43,000 ഉണ്ട്. ഇവിടെയാണെങ്കിലോ ഈ 18 നമ്മൾക്ക് ഇപ്പോൾ കിട്ടില്ലല്ലോ, നമ്മളത് ലാസ്റ്റ് ഫിഗർ അല്ലേ, ദെൻ ലാസ്റ്റ് ഫിഗർ ആണ്. ഇപ്പം നമ്മുടെ കയ്യിലാകെ 25,000 രൂപ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ വലിയ എമൗണ്ട് 2 സൈഡിൽ എഴുതി കഴിഞ്ഞു. എന്നിട്ട് ഈ ബാലൻസ് അറിയണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ വരുന്ന അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ബാലൻസ് ഫിഗറിന് നമ്മൾ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ലയബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റത്തിന് നമ്മൾ ബാലൻസ് ഫിഗർ വരുമ്പോൾ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയാം. ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ വരുന്ന ഇപ്പോൾ ലാൻഡ് അക്കൗണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്, അങ്ങനെയുള്ള അക്കൗണ്ട് ഒക്കെ വരയ്ക്കുമ്പോൾ അതിന്റെ ബാലൻസ് ഫിഗറിനെ ക്യാഷ്, ഈ സൈഡിലാണെങ്കിൽ സെയിൽസും ആദ്യ സൈഡിലാണെങ്കിൽ പർച്ചേസും അങ്ങനെയാണ് കൊടുക്കാറുള്ളത്. ഇത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്, അഡ്ജസ്റ്റ്മെന്റിലാണ്. പക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഇത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റം ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ബാലൻസ് ഫിഗറിന് നമ്മൾ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് പേര് കൊടുക്കേണ്ടത്. ഇത് തമ്മിൽ 25, 43 കൂടി തമ്മിൽ മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടും 25, 43 കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എത്ര രൂപ, 18,000 കിട്ടും. അപ്പൊ ഇത് കിട്ടി, നമുക്ക് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ കിട്ടി. ഇനി അടുത്ത ഐറ്റം ആണ് മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ മെഷീനറി അക്കൗണ്ടിലെ ക്വസ്റ്റ്യൻ നോക്കുക, മെഷീനറിയുടെ ഓപ്പണിംഗ് ബാലൻസ് 80,000 ആണുള്ളത്. അതുപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസ് 55,000 രൂപയാണുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെന്റിൽ വന്നതുകൊണ്ട് 2 സ്ഥലത്ത് കാണിക്കണം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് കാണിക്കുക എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീനറി അക്കൗണ്ടിൽ അഡ്ജസ്റ്റ്മെന്റ് തന്നുകൊണ്ട് മാത്രമാണ് എങ്ങനെ ചെയ്യുന്നത്. എന്ത് ചെയ്യണം, ഈ മെഷീനറി അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് 80,000 ഇല്ലേ, ആ 80,000ന്റെ കൂടെ ഡിപ്രീസിയേഷന്റെ ഓപ്പണിംഗ് ബാലൻസും കൂടി ആഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ ക്ലോസിംഗ് ബാലൻസ്, മെഷീനറിയുടെ ക്ലോസിംഗ് ബാലൻസ് 55,000 ആണ്. അതിന്റെ കൂടെ ഈ മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസും കൂടി ആഡ് ചെയ്യുക. നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് 1,05,000 ക്ലോസിംഗ് ബാലൻസ് 95,000 നമുക്ക് കിട്ടും.
ഓക്കെ. ഇനി നമുക്ക് കാണിക്കുന്ന ഐറ്റംസ് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കാണിക്കാറുണ്ട്. ഇപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ടല്ലോ 3000 രൂപ ഉണ്ടെന്ന്. അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിട്ടില്ലേ ഒരു പഴയ മെഷീനറി വിറ്റു, അതിന്റെ ഡിപ്രീസിയേഷൻ 3000 രൂപ നമ്മൾ കാണിച്ചു. ഇനി ആ മെഷീനറി വിറ്റപ്പോൾ നമുക്കൊരു 5000 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. പഴയ മെഷീനറിയാണ്, എന്നാലും കയ്യിൽ ക്യാഷ് വന്നതല്ലേ. വിറ്റിട്ട് ക്യാഷ് കിട്ടുമ്പോൾ നമുക്കറിയാം ജേണൽ എൻട്രി എന്താ വരിക, ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു മെഷീനറി അക്കൗണ്ട്. അപ്പോൾ മെഷീനറി അക്കൗണ്ടിലെ ബൈ ക്യാഷ് ഞാനിവിടെ ബ്രാക്കറ്റിൽ സെയിൽസ് കൊടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് ലാസ്റ്റ് ഫണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. അപ്പോൾ ക്യാഷ് സെയിൽസ് 5000 rupees. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഐറ്റമാണ് ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് നമ്മൾ പറഞ്ഞു ഈ മെഷീനറി വിറ്റപ്പോൾ ലോസ് ആണോ ഉണ്ടായത് പ്രോഫിറ്റ് ആണോ ഉണ്ടായതെന്ന് കാണണം. ഓക്കെ, അതിൻ്റെ വർക്കിങ്സ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മളേത് കാൽക്കുലേഷൻ ഓഫ് ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി. ആദ്യം കോസ്റ്റ് ഓഫ് മെഷീൻ എത്ര രൂപയാണ് മെഷീനിൻ്റെ വില, അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നില്ലേ 10,000 rupees. അതിൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ മൈനസ് ചെയ്യുന്നു, ലെസ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ 3000 രൂപ. അതിൻ്റെ ബുക്ക് വാല്യൂ ഇന്നത്തെ അതിൻ്റെ ബുക്ക് വാല്യൂ 7000 രൂപയാണ്, ലെസ് സെയിൽസ് വാല്യൂ വിറ്റപ്പോൾ നമുക്ക് 5000 രൂപ കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് ലോസ് ആണ് ഉണ്ടായത്, ലോസ് ഓൺ സെയിൽസ് 2000 രൂപ. ഇത്രയാണ് നമുക്ക് ലോസ് ഓൺ സെയിൽസ് കിട്ടിയത്. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കത് കിട്ടി. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഈ ലോസ് ഓൺ സെയില് വിറ്റിട്ട് ലോസ് ആണ് ഉണ്ടായെങ്കിൽ നമ്മളിവിടെ കാണിക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് കാണിക്കുക. നേരെ മറിച്ച് പ്രോഫിറ്റ് ആണ് ഉണ്ടായെങ്കിൽ നമ്മൾ ഏത് സൈഡിൽ കാണിക്കണം, ഈ സൈഡിലാണ് കാണിക്കുക, ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. പ്രോഫിറ്റ് ഓൺ സെയിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് കാണിക്കും, എന്നൊരു ബ്രാക്കറ്റിൽ പറയും ലോസ്, പ്രോഫിറ്റ് ഓൺ സെയിൽ എന്ന് പറയും. ഇവിടെ ലോസ് ഓൺ സെയിൽ 2000 രൂപ. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ബാലൻസ് ഫിഗർ വരില്ല. ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഈ പ്രോബ്ലത്തിൽ വരുന്നുണ്ടെങ്കിൽ ഈ സൈഡിലാണ് കുറവെങ്കിൽ നമ്മളിവിടെ ക്യാഷ് പർച്ചേസ് എന്ന് കാണിക്കും, ഇവിടെ ആണെങ്കിൽ ക്യാഷ് സെയിൽസ് എന്ന് കാണിക്കും. നമുക്ക് അറിയേണ്ടതാണ്. പക്ഷെ ഇവിടെ രണ്ടും ടാലിയായി പോയി. അപ്പം നമുക്കത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം മൂന്നാമത്തെ സ്റ്റെപ്പാണ്. ഇനി വേറെ ആരുടെ അക്കൗണ്ട് വരയ്ക്കാൻ ഇല്ല, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അഡീഷണൽ ഇൻഫർമേഷനിൽ വേറെ ആരുടെയും ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടില്ല. കഴിഞ്ഞാൽ നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ 2 മെത്തേഡ് ഉണ്ട്. അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് ഉണ്ട്. ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് ചെയ്താൽ മതി, അത് എളുപ്പം കുറച്ചും കൂടി. അപ്പം അതുകൊണ്ട് ഞാനിവിടെ അതാ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കറണ്ട് ഇയർ പ്രോഫിറ്റ് അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ടായിരുന്നു 45,000. ഇനി നമ്മൾ എന്ത് എഴുതാം, അതിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളൊക്കെ ആഡ് ചെയ്യും, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഒക്കെ ലെസ് ചെയ്യും. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇവിടെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഉണ്ട്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഈ എമൗണ്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഓപ്പണിംഗ് ബാലൻസ് വന്നിട്ടുണ്ട്, ക്ലോസിംഗ് ബാലൻസ് വന്നിട്ടുണ്ട്, പിന്നെ ഒരു 3000 രൂപ ആ വിറ്റ മെഷീനറിയുടെ മാത്രം ഡിപ്രീസിയേഷൻ ആണെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, അക്കൗണ്ട് വരച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിലെ ബാലൻസ് ഫിഗർ വേണം നമുക്ക് ഇവിടെ കാണിക്കാനായിട്ട്. നമ്മളിവിടെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 18,000 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ എമൗണ്ട് വേണം നമ്മളിവിടെ എഴുതാനായിട്ട്. അക്കൗണ്ട് വരച്ചിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ടിന്റെ ബാലൻസ് ഫിഗർ വേണം നമ്മളിവിടെ എഴുതാനായിട്ട്. അപ്പോൾ 18,000. പിന്നെ അതുപോലെ തന്നെ ഗുഡ് വിൽ റിട്ടേൺ ഓഫ് ഇല്ല, പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് ഇല്ല, ട്രാൻസ്ഫർ ടു റിസർവ് ഇല്ല. ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി വിറ്റപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടിയെന്നുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, 2000 രൂപ. ആ 2000 രൂപ നമ്മളിവിടെ കാണിച്ചു. ഇനി വേറെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഒന്നുമില്ല. നമുക്കിത് ക്ലോസ് ചെയ്യാം, ടോട്ടൽ ചെയ്യാം. 45, 18, 2. നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കിട്ടും 65,000 കിട്ടും. ഓക്കെ, ഇനി അപ്പോൾ അത് നമുക്ക് കിട്ടി. അപ്പം 3 സ്റ്റെപ്പ് കഴിഞ്ഞു. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് പറഞ്ഞു ഒരു ആൾ വന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് വന്നിരിക്കുന്നത് ഒരു കമ്പൈൻഡ് ക്യാപിറ്റലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഡ്രോയിങ്സ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതായത് ഞാൻ പറഞ്ഞു അതൊരു പാർട്ട്ണർഷിപ്പ് ഫേമോ അല്ലെങ്കിൽ സോൾ ട്രേഡിംഗ് കൺസേണോ ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ്
നെറ്റ് പ്രോഫിറ്റ് മൈനസ് ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ. ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. നല്ല +1 മുതൽ ഇന്നലെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ ഡ്രോയിങ്സ് ആണ് നമുക്ക് കാണുന്നത്. ഡ്രോയിങ്സ് ആണ് നമുക്ക് ഇതിൽ കാണുന്നത്. ഡ്രോയിങ്സ് എല്ലാം ഉണ്ടോ എന്ന് അറിയണം. കാരണം നമുക്കറിയാം സോൾ ട്രേഡിംഗ് കൺസേണിലൊക്കെ ഡ്രോയിങ്സ് എന്താണെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഡ്രോയിങ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് നെറ്റ് പ്രോഫിറ്റ് മൈനസ് ക്ലോസിംഗ് ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ, ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് തന്നില്ലേ. കമ്പൈൻഡ് ക്യാപിറ്റൽ 1,25,000 ഇത് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഈ 1,53,000 ഇതാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ദെൻ നമുക്ക് നോക്കാം. ഓപ്പണിംഗ് ക്യാപിറ്റലിന് അവിടെ 1,25,000 പ്ലസ് നെറ്റ് പ്രോഫിറ്റ് 45,000 മൈനസ് ക്ലോസ് 1,53,000 നമുക്ക് കിട്ടും. ഡ്രോയിങ്സ് നമുക്ക് കിട്ടും 17,000 ഡ്രോയിങ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി. നമുക്കിനി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം. നമുക്കറിയാം ബാലൻസ് ഷീറ്റ് പോലെ തന്നെ പണ്ടത്തെ ബാലൻസ് ഷീറ്റ് പോലെ തന്നെയാണ് സോഴ്സ്, എമൗണ്ട്, യൂസസ്, എമൗണ്ട്. ഈ എമൗണ്ട് പോലെ തന്നെ നിങ്ങൾ ഹെഡിങ് എമൗണ്ട് എന്ന് കൊടുത്തോളൂ. ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ സോഴ്സിൽ നമുക്കറിയാം. സോഴ്സിൽ നമ്മൾ എന്ത് ചെയ്താൽ ഇഷ്യൂ ഓഫ് ഷെയർസ്, റിഡംഷൻ ഓഫ് ഷെയർസ്, ഇവിടെ ഷെയർസ് ഇല്ല, ഡിബഞ്ചേഴ്സ് ഇല്ല. ദെൻ നമുക്കിവിടെ മെഷീനറി ഉണ്ടായിരുന്നു. മെഷീനറി വിറ്റപ്പോൾ നമുക്ക് മനസ്സിലായി, മെഷീനറി വിറ്റിട്ട് ഒരു 5,000 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. നമ്മൾ മെഷീനറി അക്കൗണ്ട് വരച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ക്യാഷ് ബ്രാക്കറ്റിൽ സെയിൽസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിൽസ് ഓഫ് മെഷീനറി എന്ന് പറഞ്ഞാൽ നമുക്ക് സോഴ്സ് ആണ്. സെയിൽ ഓഫ് മെഷീനറി 5,000. ഇനി ബാലൻസ് ഷീറ്റ് നോക്കുക. അവിടെ വേറെ ഫിക്സഡ് അസറ്റ്സ് ഏതൊക്കെയുള്ളത് നോക്കുക. കറണ്ട് അസറ്റ്സിനൊക്കെ നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എടുത്തിട്ടുണ്ടായിരുന്നു. മെഷീനറി നമ്മൾ നോക്കിക്കഴിഞ്ഞു. ലാൻഡ് 40 ഉള്ളത് 50 ആയി. ഫസ്റ്റ് ഇയറിന് സെക്കൻഡ് ഇയറിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? പർച്ചേസ് നടന്നിട്ടുണ്ടെന്നാണ്. പർച്ചേസ് ഓഫ് ലാൻഡ് 10,000. അതുപോലെ ബിൽഡിംഗ് 25 ഉള്ളത് 60 ആയി. അതും എന്താണ്? പർച്ചേസ് ആണ്. അപ്പോൾ ലാൻഡും ബിൽഡിങ്ങും പർച്ചേസ് ആണ്. ഫസ്റ്റ് ഇയറിനേക്കാളും സെക്കൻഡ് ഇയറിൽ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ അത് പർച്ചേസ് ആണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പർച്ചേസ് ഓഫ് ലാൻഡ് 10,000, പർച്ചേസ് ഓഫ് ബിൽഡിംഗ് 25,000. ഇനി നമുക്ക് അവിടെ ഒരു ലോൺ, ബാലൻസ് ഷീറ്റിൽ ഒരു ലോൺ പറയുന്നുണ്ടായിരുന്നു. ആ ലോണിന്റെ എമൗണ്ട് നോക്കുക. ദെൻ പറയുന്നുണ്ട് 2 ലോൺ ഉണ്ട്. സിൻഡീസ് ലോൺ ഉണ്ട്, ലോൺ ഫ്രം ബാങ്കും ഉണ്ട്. സിൻഡീസ് ലോൺ എന്തുണ്ടായത്? 25,000 ആദ്യത്തെ വർഷം ഉണ്ടായിരുന്നു, രണ്ടാമത്തെ വർഷം ലോൺ ഇല്ല എന്ന് വെച്ചാൽ എന്തർത്ഥം? ഇപ്പൊ ലോൺ ഇല്ലെങ്കിൽ എന്തർത്ഥം? ആ എമൗണ്ട് തിരിച്ചടച്ചത് കൊണ്ടായിരിക്കുമല്ലോ ലോൺ ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതെന്താണ്? ഫസ്റ്റ് ഇയറിനേക്കാളും സെക്കൻഡ് ഇയറിലെ എമൗണ്ട് കുറയാണെങ്കിൽ റീപേയ്മെന്റ് ഓഫ് ലോൺ. ഇനി ബാങ്കിൽ നിന്ന് വേറെ ലോൺ എടുത്തിട്ടുണ്ട്. അത് നോക്കാം. 40 ഉള്ളത് 50 ആയി. അതെന്തായിരിക്കും? കൂടെ ചെയ്തല്ലേ. ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നായാലും ലോൺ കൂടിക്കഴിഞ്ഞാൽ റേസിംഗ് ഓഫ് ലോൺ എന്നാണ് പറയുക. അത് നമുക്ക് എന്താണ്? റേസിംഗ് ഓഫ് ലോൺ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് സോഴ്സ് ആണ്. നമ്മുടെ കയ്യിൽ ക്യാഷ് വരില്ലേ, ചിലപ്പോൾ തോന്നും ഇത് കുറച്ച് കഴിഞ്ഞാൽ അടയ്ക്കേണ്ടതല്ലേ. അപ്പോൾ അടയ്ക്കുമ്പോൾ നമുക്കത് ആപ്ലിക്കേഷനിൽ കാണിച്ചാൽ മതി. അപ്പോൾ നമുക്കിതിവിടെ കാണിക്കാം. ദെൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ദെൻ സോഴ്സിൽ നമ്മൾ കാണിക്കുന്നു ലോൺ ഫ്രം ബാങ്ക് 10,000 രൂപ. മനസ്സിലായോ എന്താ കാരണം? ഫസ്റ്റ് ഇയറിനേക്കാളും സെക്കൻഡ് ഇയറിലെ എമൗണ്ട് കൂടുകയാണെങ്കിൽ ലോൺ റേസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഷെയർസ് ആണെങ്കിലും ഇതുപോലെ ഫസ്റ്റ് ഇയറിനേക്കാൾ സെക്കൻഡ് ഇയർ കൂടുകയാണെങ്കിൽ ദെൻ എന്താണ്? ഇഷ്യൂ ആണ്. ദെൻ റീപേയ്മെന്റ് ഓഫ് സിൻഡിയാസ് ലോൺ. കാരണം എന്താണ്? അവിടെ കുറയാണ്. ഫസ്റ്റ് ഇയറിൽ 25,000 ഉണ്ടായിരുന്നു, നെക്സ്റ്റ് ഇയർ ആയപ്പോൾ എമൗണ്ടേ ഇല്ല. അപ്പോൾ റീപേയ്മെന്റ് ഓഫ് സിൻഡിയാസ് ലോൺ 25,000 മൊത്തം അടച്ചു തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രോയിങ്സ് നമ്മൾ കാണിക്കുക യൂസസ് ആണ്. കാരണം ഓണർ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ കടയിൽ നിന്ന് എടുത്ത പൈസയാണ്. അപ്പോൾ ഡ്രോയിങ്സ് 17,000 ഈ എമൗണ്ട് നമ്മൾ കാണിക്കുക. പിന്നെ നമ്മൾ കാണിക്കുന്ന ഐറ്റമാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. സോഴ്സ് ആണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. അപ്പോൾ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണോ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണോ? ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ് ഈ പ്രോബ്ലത്തിലുള്ളത്. അപ്പോൾ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലെ then 3,000 അത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് മനസ്സിലായ? ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 3,000 കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ 3,000 ആണ് നമ്മളിവിടെ കാണിച്ചത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നമുക്കറിയാം. ആ ഒരു ഫോർമാറ്റ് പഠിച്ച കുട്ടികൾക്ക് ഇത് ചെയ്യാൻ നല്ല എളുപ്പമാണ്. നിങ്ങൾ ആദ്യം മുതൽ എല്ലാ ക്ലാസ്സുകളും നന്നായി കണ്ടുപോവുക. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ആണ് നിങ്ങൾ ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ഫസ്റ്റ് മുതൽ ഓരോ ദിവസവും നിങ്ങൾ എടുക്കുന്ന ഭാഗങ്ങൾ അന്ന് നോക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നല്ല എളുപ്പമാണ്. ഓരോ പുതിയ അഡ്ജസ്റ്റ്മെന്റിൽ ഓരോ ഡിഫറെന്റ് പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത്രയും കഴിഞ്ഞാൽ ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡും ടാലി ആവും.
ചെയ്ത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ രണ്ട് സൈഡിലും ഡിഫറെൻറ്റ് എമൗണ്ട് ആയിരിക്കും വരിക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടിലും 80,000 നമുക്ക് വരും. അപ്പോൾ ഇത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എക്സാം കഴിഞ്ഞാലും നമുക്കത് ശരിയാണോ തെറ്റാണോ നമുക്ക് അപ്പം തന്നെ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് അടുത്ത ദിവസം വേറൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.